കെ.ബി. ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി കൊട്ടാരക്കര എൻ.എസ്.എസ്. താലൂക്ക് യൂണിയൻ. എൻ.എസ്.എസ്. പ്രസ്ഥാനത്തെയും ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായരെയും പരസ്യമായി വിമർശിച്ച കെ.ബി. ഗണേഷ് കുമാർ കരയോഗത്തിൽ നിന്നും ഉടൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊട്ടാരക്കര എൻ.എസ്.എസ്. താലൂക്ക് യൂണിയൻ പ്രമേയം അവതരിപ്പിച്ചു. കൊട്ടാരക്കരയിൽ ചേർന്ന താലൂക്ക് യൂണിയൻ പൊതുയോഗത്തിലാണ് ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനങ്ങളടങ്ങിയ പ്രമേയം അവതരിപ്പിച്ചത്. യൂണിയൻ അംഗം ജി. തങ്കപ്പൻ പിള്ള അവതരിപ്പിച്ച പ്രമേയത്തിൽ ഗണേഷ് കുമാർ എൻ.എസ്.എസ്. കരയോഗത്തിൽ നിന്ന് ഉടൻ രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. എൻ.എസ്.എസിന്റെ തണലിലും പിന്തുണയിലും അധികാര സ്ഥാനങ്ങളിലെത്തി സർവ്വതും നേടിയ കുടുംബമാണ് ആർ. ബാലകൃഷ്ണപിള്ളയുടേതെന്ന പ്രമേയം ഓർമ്മിപ്പിക്കുന്നു. മുൻപ് അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ബാലകൃഷ്ണപിള്ള ജയിലിൽ കഴിഞ്ഞപ്പോൾ മതിയായ ഭക്ഷണം പോലും ലഭിക്കാതെ ബുദ്ധിമുട്ടിയ അദ്ദേഹത്തിന് ആശ്വാസമായതും കുടുംബത്തിന് താങ്ങായി നിന്നതും ജി. സുകുമാരൻ നായരുടെ ഇടപെടലുകളായിരുന്നു. ബാലകൃഷ്ണപിള്ളയ്ക്ക് താൽപ്പര്യമില്ലാതിരുന്നിട്ടും ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം വാങ്ങി നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതും സുകുമാരൻ നായരാണ്. എന്നിട്ടും സംഘടനയെയും നേതൃത്വത്തെയും തള്ളിപ്പറയുന്ന നിലപാടാണ് ഗണേഷ് കുമാർ സ്വീകരിക്കുന്നത്. ഗണേഷ് കുമാർ സദാചാര വിരുദ്ധമായും സംസ്കാരശൂന്യമായും പ്രവർത്തിച്ചുവെന്നാണ് പ്രമേയത്തിലെ പ്രധാന ആരോപണം. കഴിഞ്ഞ 3 വർഷം എൻ.എസ്.എസ്. ഡയറക്ടർ ബോർഡിൽ ഇരുന്നുകൊണ്ട് സനാതന ധർമ്മത്തിനും ഹൈന്ദവ ആചാരങ്ങൾക്കും വിരുദ്ധമായി മറ്റൊരു മതത്തിൽ വിശ്വസിക്കുകയും ആരാധന നടത്തുകയും ചെയ്തു. എൻ.എസ്.എസിന്റെ ദൈവീകത കൊണ്ടാണ് അദ്ദേഹം സംഘടനയുടെ ഉന്നതാധികാര സമിതിയിൽ നിന്ന് പുറത്തായത്. പത്തനാപുരം താലൂക്ക് യൂണിയൻ ഭരണം എൻ.എസ്.എസ്. ആസ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്ന സാഹചര്യത്തെ ഗണേഷ് കുമാർ വികലമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും താലൂക്ക് യൂണിയൻ ആരോപിക്കുകയും ചെയ്തു. സമുദായത്തെയും നേതൃത്വത്തെയും അവഹേളിക്കുന്ന ഗണേഷ് കുമാറിന് എൻ.എസ്.എസ്. കരയോഗത്തിൽ അംഗമായി തുടരാൻ അവകാശമില്ലെന്നും അദ്ദേഹം ഉടൻ രാജിവെക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. കൊട്ടാരക്കര താലൂക്കിലെ 150 കരയോഗങ്ങളും എൻ.എസ്.എസ്. നേതൃത്വത്തിനും ജി. സുകുമാരൻ നായർക്കും പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി അറിയിച്ചുകൊണ്ടാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഗണേഷ് കുമാറിനെ പോലെയുള്ളവർ എൻ.എസ്.എസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ലെന്നും ഇത്തരം നീക്കങ്ങളെ ശക്തമായി അപലപിക്കുന്നുവെന്നും താലൂക്ക് യൂണിയൻ വ്യക്തമാക്കുകയും ചെയ്തു. മാപ്പർഹിക്കാത്ത ഇത്തരം തെറ്റുകൾ ചെയ്താണ് പത്തനാപുരത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരാജയത്തിന് കാരണമായതെന്നും അത് പൊതുസമൂഹം കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ടെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കുലം കുത്തികളെ കൂട്ടുപിടിച്ച് സംഘടനയെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തി.